ഹേയ് ഗായ്സ്, നമ്മളൊരു ഡിലൈഡ് റിയാലിറ്റിയിലാണ് ജീവിക്കുന്നതെന്നാണ് സയൻസ് എപ്പോഴും പറയുന്നത്. ഡിലൈഡ് റിയാലിറ്റി മീൻസ് നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടാണ് നമ്മൾ എല്ലാ യാഥാർത്ഥ്യങ്ങളും അറിയുന്നത്. അതായത് നമ്മുടെ ലൈറ്റ് ആണ് നമുക്ക് ഏറ്റവും അറിവുള്ളതിൽ ഏറ്റവും സ്പീഡുള്ള വസ്തു. അത് ട്രാവൽ ചെയ്യാനെ കൊണ്ട് ഒരു സെക്കൻഡിൽ ലൈറ്റ് നമ്മുടെ ഭൂമിനെ 7 വട്ടം ചുറ്റി വരും എന്നാണ് പറയുന്നത്. 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരു സെക്കൻഡിൽ ലൈറ്റിന് കഴിയും. അതേ ലൈറ്റ് നമ്മുടെ ഭൂമിയിൽ നിന്ന് അല്ലെ സൂര്യനിൽ നിന്ന് ആ ലൈറ്റ് ഇവിടെ എത്തണമെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡും എടുക്കും. കാരണം അത്രയ്ക്ക് ദൂരെയാണ് സൂര്യൻ. 150 മില്യൺ കിലോമീറ്റർ ഉണ്ട് സൂര്യൻ വരെയുള്ള ദൂരം. ഇനി സൂര്യൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള സ്റ്റാർ ഗ്രൂപ്പാണ് പ്രോക്സിമ സെഞ്ചുറി. 3 സ്റ്റാറുകളുടെ ഒരു ഗ്രൂപ്പാണ്. സൂര്യൻ കഴിഞ്ഞാൽ മിൽക്കി വേയിലെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള സ്റ്റാർ ഗ്രൂപ്പ്. അവിടെ നിന്ന് ഒരു ലൈറ്റ് ഇവിടെ വരണമെങ്കിൽ ലൈറ്റിന്റെ സ്പീഡിൽ സഞ്ചരിച്ചാൽ 4 വർഷം എടുക്കും. സോ 4 ലൈറ്റ് ഇയേഴ്സ് അതെടുക്കും അവിടെ നിന്ന് ഇവിടെ വരാൻ. അതുപോലുള്ള 400-ലധികം ബില്യൺ സ്റ്റാറുകൾ നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. മിൽക്കി വേനെ പോലെ, മിൽക്കി വേ അത്ര വലിയൊരു ഗാലക്സി ഒന്നുമല്ല, മിൽക്കി വേനെ പോലെ 2 ട്രില്യൺ ഗാലക്സികൾ നമുക്ക് കാണാൻ പറ്റുന്ന യൂണിവേഴ്സിലുണ്ട് എന്നാണ് നമ്മുടെ ഹബിളിലും ജെയിംസ് വെബ് ടെലസ്കോപ്പിൽ നിന്നൊക്കെ കിട്ടിയ നമ്മളുടെ ഒരു ഇമേജസ് ഒക്കെ വെച്ചിട്ട് ശാസ്ത്രലോകം പറയുന്നത്. അപ്പോൾ എത്രമാത്രം വലുതാണ് നമ്മുടെ പ്രപഞ്ചം എന്ന് ആലോചിച്ച് നോക്കി. അതിനകത്ത് മില്യൺസ് ഓഫ് അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ഭൂമി കണക്കിനുള്ള എർത്ത് കണക്കിനുള്ള പ്ലാനറ്റുകൾ ഉണ്ടാവില്ലേ? ഒരുപാട് സ്റ്റാറുകളുണ്ട്, അതിന് ചുറ്റും പ്ലാനറ്റുകളും ഉണ്ടാവും. അപ്പോഴവിടെയെല്ലാം ജീവൻ ഉണ്ടാവാനും കാര്യമുണ്ട്. നമ്മൾ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കായി പോകുന്നതെന്ന് നമുക്ക് തോന്നുന്നു. നമുക്കധികം വേറെ ലൈഫ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിൻ്റെ വാസ്റ്റ്നെസ് തന്നെയാകും. കാരണം ഒരു മെസ്സേജ് നമ്മൾ ഇവിടെ നിന്ന് ഈ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ 4 വർഷം എടുക്കും അവിടെ ചെല്ലാൻ. ആ മെസ്സേജ് റേഡിയോ സിഗ്നലായിട്ട് തിരിച്ചിങ്ങോട്ട് നമുക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടണമെങ്കിൽ പിന്നെ 4 വർഷം എടുക്കും. അപ്പോൾ ആ ഒരു ഹ്യൂജ് ഡിസ്റ്റൻസ് തന്നെയായിരിക്കും, യൂണിവേഴ്സിൻ്റെ വാസ്റ്റ്നെസ് തന്നെ ആയിരിക്കും യൂണിവേഴ്സിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നത്. മറ്റൊന്ന് നമ്മുടെ കയ്യിലുള്ള ടെക്നോളജിയുടെ ലിമിറ്റേഷൻ. അതിന് ഫെർമി പാരഡോക്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് സിവിലൈസേഷനുകൾ 2 ടൈപ്പ് ഉണ്ടാവും. ഒന്നുകിൽ നമുക്ക് മുന്നേ സഞ്ചരിക്കുന്നവരായിരിക്കും, അപ്പോൾ അവർ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി AI അതുപോലെ തന്നെ ന്യൂക്ലിയർ ബോംബുകൾ, ഹൈഡ്രജൻ ബോംബുകളൊക്കെ ഇൻവെൻറ്റ് ചെയ്ത് സ്വയം ഇല്ലാണ്ടായി പോയിട്ടുണ്ടാവും. മറ്റൊന്ന് അവരെല്ലാം നമ്മുടെ പിന്നിലായിരിക്കും, നമ്മളായിരിക്കും ഏറ്റവും അഡ്വാൻസ് സിവിലൈസേഷൻ. അതുകൊണ്ട് നമ്മൾ ഇനി കണ്ടുപിടിക്കണം കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാൻ വേണ്ടിയിട്ട്. സോ അത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്.